ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഗാർലിക് നാൻ. അപ്പം ഞാനിത് ഫിഷ് മസാല കൂട്ടി കഴിച്ച് നോക്കട്ടെ. ഞാനേ ഇന്ന് ഒരു ഫിഷ് മസാല ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഈ ഫിഷ് വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഞങ്ങളിവിടെ വ്യാഴാഴ്ചകളിൽ ഇന്ത്യൻ സ്റ്റോറിൽ ഫിഷ് കിട്ടും. അപ്പോൾ ഒരു ഫിഷ് വാങ്ങിച്ചിട്ട് അതിങ്ങനെ അവർ സ്ലൈസ് ചെയ്ത് തരും. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഓരോ മീൻ ഇങ്ങനെ തുറന്നിട്ട് അതിങ്ങനെ ഒരു മീൻ വേണമെങ്കിൽ ഒരു മീനായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും, ഇങ്ങനെ സൂക്ഷിച്ചാൽ. അപ്പം ഞാൻ ഈ മീൻ പുറത്ത് വെച്ച് ഇച്ചിരി നേരം ഒന്ന് ഡീഫ്രോസ്റ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഫിഷ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 3-4 വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി പിന്നെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ആദ്യമായിട്ട് തന്നെ. ഞാൻ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി പിന്നെ ഒരു 4 വറ്റൽമുളക് പിന്നെ 1 ടീസ്പൂൺ ജീരകം പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതങ്ങ് നന്നായിട്ട് ഒന്ന് മൂത്ത് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിൽ ഇത് പൊടിച്ചെടുക്കുക ചെയ്യണേ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ കറിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ആവണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടെ മതി. പിന്നെ ഇവിടെ നല്ല സ്നോവാ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ സ്നോ തുടങ്ങി. പിന്നെ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ സ്നോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഏതാണ്ട് 10 മണി വരെ ഉണ്ടാവുമായിരിക്കും. 5 ഇഞ്ച് സ്നോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം ഇത് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഒന്ന് തണുക്കട്ടെ കേട്ടോ. എന്നാലാണ് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഇടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത് ഇനി മിക്സിയിൽ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാൻ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത സാധനങ്ങളെല്ലാം മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പിട്ടു. അതിനുശേഷം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിടുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫിഷ് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളേ അത് ഞാനത് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊണ്ടിട്ട് കേട്ടോ. ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് കഴുകി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ മീൻ കുറച്ച് മുളക് പൊടിയൊക്കെ തിരുമ്മിയിട്ട് വറക്കുക ചെയ്യണത്. വറക്കുമെന്ന് പറഞ്ഞാൽ ഷാലോ ഫ്രൈ. അപ്പം ആദ്യം തന്നെ ഈ മുളക് പൊടിയൊക്കെ തിരുമ്മിട്ട് കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ പോവാം. അപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഉപ്പ് ഇത്രയെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഇതങ്ങോട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം നമുക്ക് സവാള അരിയാം. അപ്പോൾ ഓരോ പണികൾ നമ്മൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണി കഴിയും. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യണം. അപ്പോൾ നമ്മുടെ സമയം ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തു. പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് പച്ചമുളക് ഒരു 3 പച്ചമുളക് അധികം എരിവില്ലാത്തതാണ്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞു എല്ലാം റെഡിയാക്കി. ഇനി മീൻ വറുക്കാൻ പോവാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ആദ്യമേ തന്നെ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ചൂടായി. ഇതിലേക്ക് ഞാൻ മീനിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് സാൽമൺ. അപ്പോൾ ഇതിൽ ഓൾറെഡി നെയ്യുള്ള മീനാണ്. ഒത്തിരി ഓയിലൊന്നും വേണ്ട ഇതിന്. ഇതിപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. ഞാനിനി മറിച്ചിടാൻ പോവാം. പതുക്കെ മറിച്ചിടണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പം ഇതായിട്ടുണ്ട് കേട്ടോ. ഞാനിതെടുത്ത് മാറ്റിയിട്ട് ഇനി ഈ എണ്ണയിൽ തന്നെയാണ് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മസാല വരയ്ക്കുന്നത്. ഇത് ഇത്രയും ഫ്രൈ ആയാൽ മതി.
ഇതെല്ലാം എടുത്ത് മാറ്റട്ടെ. അപ്പം ഞാൻ ഈ സവാള കട്ട് ചെയ്തതും പച്ചമുളകും എല്ലാം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണം. ഇത് നോക്കി, ഇതിപ്പം നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ പുളിവെള്ളം ഒഴിക്കണം. നമ്മുടെ മസാലയുടെ പേസ്റ്റ് എടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ട് ഇരിക്കണേ. ഇത് വഴറ്റി അതിൻ്റെ ആ പച്ചമണം പോകണം കേട്ടോ. ഇതിൻ്റെ നന്നായിട്ട് വഴഞ്ഞു കഴിയുമ്പം നമുക്ക് പുളിവെള്ളം ഒഴിക്കണം. പുറത്ത് സ്നോയൊക്കെ തുടരുന്നുണ്ട്. 10 മണിയാകുമ്പോഴത്തേക്കും കുറച്ച് കുറയുമായിരിക്കും എന്ന് പറയണം. അപ്പോൾ ഈ കറി ഉണ്ടാക്കി ഞാൻ ഇതിൻ്റെ ഗാർലിക് നാൻ ഇരിപ്പുണ്ട് ഫ്രീസറിൽ. അപ്പോൾ ഞാനും ഈ കറിയും കൂടെ കഴിച്ചിട്ട് സ്നോ മാറ്റാൻ പോകണം. ഇതേ സ്നോ വീണ കണ്ടില്ലേ, നന്നായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റാൻ നല്ല പണിയായിരിക്കും. മാറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ ജോലിക്ക് പോകാനും വൈകും. അപ്പോൾ രാത്രി തന്നെ മാറ്റിയിട്ടാണ് എന്തായാലും ഞങ്ങൾ കിടക്കണോളൂ. കുടപ്പുളിയുടെ വെള്ളം കേട്ടോ. കുടപ്പുളി തിളപ്പിച്ചിട്ട് വെള്ളമായിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നേ. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ മീൻകറിയുടെ തിളപ്പിച്ച വെള്ളം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പം അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഉപയോഗിക്കാം. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു. പിന്നെ ആ മിക്സി ചെറിയ ബൗൾ കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ ഇതേ മീൻ ഇടാറായിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടാം. ഈ മീൻ കഷ്ണങ്ങൾ ഇടട്ടെ, സൂക്ഷിച്ചിരുന്നത് പൊടിഞ്ഞു പോലെ. ഈ സാൽമൺ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. വേറെ കട്ടിയുള്ള മീൻ ആണെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് വരില്ല. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടു. ഇനി ഇതിവിടെ ഇരുന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാലപ്പൊടി ഇടാനുണ്ട്. പിന്നെ കസൂരി മേത്തി ഇടണം. ഇതിപ്പം ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫിഷ് മസാലയാണ്. അപ്പോൾ അവർ ജീരകവും ഉപയോഗിക്കും, കസൂരി മേത്തി ഇടും. അപ്പം ഇത് നന്നായിട്ട് തിളച്ചു. ഇനി ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് നമ്മുടെ കസൂരി മേത്തി ഇടണം. അപ്പം നമ്മുടെ ഫിഷ് മസാല റെഡിയായി. അരിയൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കണ്ടോ. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് കസൂരി മേത്തി ഇടാൻ പോകണം. കസൂരി മേത്തി നമ്മൾ എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞരടിയിട്ട് ഇടണം. ഞരടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഇത് അടച്ച് വയ്ക്കും കുറച്ച് നേരം. അത് കഴിയുമ്പോൾ ഇത് കഴിക്കാം. ഇതാണ് നമ്മുടെ ഫിഷ് മസാല. സൂപ്പർ കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഗാർലിക് നാൻ. അപ്പം ഞാനിത് ഫിഷ് മസാല കൂട്ടി കഴിച്ച് നോക്കട്ടെ. നല്ലതാ. ഗാർലിക് നാന് നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണ ബട്ടർ ചിക്കനും ഒക്കെ അല്ലേ കഴിക്കാറ്, പക്ഷെ ഇതൊരു വെറൈറ്റിയാണ്. ഫിഷ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫിഷ് മസാല ഉണ്ടാക്കിയിട്ട് ഗാർലിക് നാൻ കഴിക്കുക. നല്ല ടേസ്റ്റാണ്.
Thank you for watching. See you in another video. Bye.